students. In the last video, we have seen the problems of double accounts, and now we are continuing with the last session. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു പ്രോബ്ലമാണ് ചെയ്തത്. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലോട്ട് കടക്കുകയാണ്. നോക്കാം. The following are the balances on 31st March 2014 in the books of Guntur Power and Light Company Limited. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോ ഐറ്റം. Land on 31st March 2014, 60,000. Land extended during the year 2000. Machinery on 31st March 2013, 2,40,000. This is previous year. Machinery expended during the year 2000. Main including cost of laying on 31st March 2013, 80,000. Main extended during the year 20,400. Equity share capital 2,19,600. Debentures 80,000. Other item, sundry creditors 400. Depreciation reserve 1 lakh. Sundry debtors for current supplied 16,000. Other debtors 200. Cash 2,000. Cost of generation of electricity 14,000. Cost of distribution of electricity 2,000. Rent and rates 2,000. Management expense 4,800. Depreciation 8,000. Sale of current 52,000. Meter rent 2,000. Meter rent 2,000. Interest on debenture 4,000. Interim dividend 8,000. Net revenue account balance on 31st March 2013 11,400. Total വരുന്നത് 4,65,400. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരേപോലെ വരുന്നു. ബാക്കി prepare receipt and expenditure on capital account, revenue account, net revenue account and general balance sheet. അപ്പം ഈ 4 അക്കൗണ്ടുകൾ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടും ചെയ്യണം. നമുക്ക് കാണാപ്പാടം എല്ലാം ഐറ്റംസ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അക്കൗണ്ട് വരച്ച് അതാത് ഐറ്റംസ് അതാത് അക്കൗണ്ടിലോട്ട് മാത്രമായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രം മതി. അപ്പം ആദ്യം തന്നെ റവന്യൂ അക്കൗണ്ട്. Guntur revenue account for the year ending 31st March 2014. അതിന്റെ ഫോർമാറ്റ് അതേപോലെ ചെയ്താൽ മാത്രം മതി. ഡെബിറ്റ് സൈഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ കംപ്ലീറ്റും ഡെബിറ്റ് സൈഡ് എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡ് ഇൻകം മാത്രം കാണിച്ചാൽ മതി ഈ റവന്യൂ അക്കൗണ്ടിൽ. ഡെബിറ്റ് സൈഡ് ടു കോസ്റ്റ് ഓഫ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 14,000. അടുത്ത് ടു കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 2,000. ടു റെന്റ് ആൻഡ് റേറ്റ് 2,000. ടു മാനേജ്മെന്റ് എക്സ്പെൻസ് 4,800. ടു ഡിപ്രിസിയേഷൻ 8,000. ക്രെഡിറ്റ് സൈഡ് ബൈ സെയിൽ ഓഫ് കറണ്ട് 52,000. ബൈ മീറ്റർ റെന്റ് 2,000. ടോട്ടൽ വരുന്നത് 54,000. ബാലൻസിങ് ഫിഗർ 23,200. ഡെബിറ്റ് സൈഡ് ആണ് കുറവ്. അപ്പൊ ടു ബാലൻസ് ക്യാരി ഡൗൺ അത് നമ്മൾ ഇങ്ങോട്ട് അടുത്ത അക്കൗണ്ടായ നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ട് വേണം ഈ ബാലൻസ് നമ്മൾ ഫോർവേഡ് ചെയ്യാൻ. അടുത്തതായിട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ട്. നെറ്റ് റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2014. ഡെബിറ്റ് സൈഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ 4,000. അതുപോലെ തന്നെ ടു ഇന്ററിം ഡിവിഡൻഡ് 8,000. ഇതിന്റെ നെറ്റ് റവന്യൂ അക്കൗണ്ടിന് നമുക്ക് ട്രയൽ ബാലൻസിങ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ 11,400. അതേപോലെ തന്നെ റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസിങ് നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ട് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. ബൈ റവന്യൂ അക്കൗണ്ട് 23,200. കറന്റ് ഇയർ ഉണ്ടായ പ്രോഫിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ 34,600. ഡെബിറ്റ് സൈഡ് കുറവ് 22,600. അപ്പം നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് വരുന്ന എത്ര ആണോ അത് നമ്മൾ കംപ്ലീറ്റും ജനറൽ ബാലൻസ് ഷീറ്റിലോട്ടാണ് ഇനി മാറ്റുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ അക്കൗണ്ടായ റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് നോക്കാം. ഡെബിറ്റ് സൈഡ് എക്സ്പെൻഡിച്ചർ അപ് ടു ദ എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ. ഫസ്റ്റ് കോളം എക്സ്പെൻഡിച്ചർ ഡ്യൂറിംഗ് കറന്റ് ഇയർ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ക്രെഡിറ്റ് സൈഡ് റെസിപ്റ്റ് അപ് ടു ദ എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ, റെസിപ്റ്റ് ഡ്യൂറിംഗ് കറന്റ് ഇയർ, ടോട്ടൽ റെസിപ്റ്റ്. ഇനി എക്സ്പെൻഡിച്ചർ സൈഡ് ടു ലാൻഡ്, ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റീസ് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത്. ഫസ്റ്റ് ടു ലാൻഡ് പ്രീവിയസ് ഇയറിൽ 60,000, കറന്റ് ഇയറിൽ 2,000, ടോട്ടൽ 62,000. അടുത്ത ടു മെഷീനറി, പ്രീവിയസ് ഇയർ 2,40,000, കറന്റ് ഇയറിൽ 2,000,
ടോട്ടൽ 2,42,000. ടു മെയിൻ 80,000 പ്രീവിയസ് ഇയറിൽ, 20,400 കറണ്ട് ഇയറിൽ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ 1,04,400. ഇനി റിസീപ്റ്റ് സൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രീവിയസ് ഇയറിൽ 2,19,600. ടോട്ടൽ റിസീപ്റ്റ് അത് തന്നെ, കറണ്ട് ഇയറിൽ ഒന്നുമില്ല. ബൈ ഡിബെഞ്ചർ 80,000 പ്രീവിയസ് ഇയർ, കറണ്ട് ഇയറിൽ ഒന്നുമില്ല. ടോട്ടൽ റിസീപ്റ്റ് 80,000. ടോട്ടൽ ഇനി റിസീപ്റ്റ് സൈഡും എക്സ്പെൻഡിച്ചർ സൈഡും ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പം ടോട്ടൽ എക്സ്പെൻഡിച്ചർ 3,80,000 ആണ് പ്രീവിയസ് ഇയറിൽ. കറണ്ട് ഇയറിൽ 24,400. ടോട്ടൽ 4,04,400. ടോട്ടൽ റിസീപ്റ്റ് അതുപോലെ തന്നെ 2,99,600 ആണ് ടോട്ടൽ റിസീപ്റ്റ്. അപ്പം റിസീപ്റ്റിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ തന്നെയാണ് വരുന്നത്. അപ്പം ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ ഡിഫറൻസ് വരുന്നത് 1,04,800. ഇത്രയും രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് നമ്മൾ അടുത്ത വർഷം ഇത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അടുത്ത ഇയറിലായിട്ട് നമ്മളിത് ബ്രോഡ് ഡൗൺ ചെയ്യും. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് അടുത്ത ഇയറിൽ നമ്മളിത് കാണിക്കുക തന്നെ, മുമ്പോട്ട് ഫോർവേഡ് ചെയ്യും. അപ്പം അത്രയേ ഉള്ളൂ റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് ഇത്രയും മാത്രം കാര്യങ്ങൾ രേഖപ്പെടുത്താനുള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് ജനറൽ ബാലൻസ് ഷീറ്റ് ആണ്. ജനറൽ ബാലൻസ് ഷീറ്റ് ആണ് ലാസ്റ്റ് ആയിട്ട് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്. ജനറൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2014. അസറ്റ് ലൈബിലിറ്റീസ്. ലൈബിലിറ്റി സൈഡ് നോക്കാം. ടോട്ടൽ റിസീപ്റ്റ് ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് കിട്ടുന്ന കംപ്ലീറ്റ് 2,99,600 ആണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്നത്, റിസീപ്റ്റ് സൈഡ് വരുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റിസീപ്റ്റ് സൈഡ് നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡ് കാണിക്കണം. അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിസീപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ എക്സ്പെൻഡിച്ചർ സൈഡ് നമ്മൾ അസറ്റ് സൈഡ് വേണം ജനറൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ. അപ്പൊ അസറ്റ് സൈഡ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ട് 4,04,400. അടുത്ത ലൈബിലിറ്റീസ് സൺട്രി ക്രെഡിറ്റേഴ്സ് 400, ഡിപ്രീസിയേഷൻ റിസർവ് 1 lakh. അതുപോലെ തന്നെ നെറ്റ് റവന്യൂ അക്കൗണ്ട് ബാലൻസ് നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റിനകത്തോട്ട് എടുക്കും 22,600. അടുത്ത അസറ്റ് സൈഡും സൺട്രി ഡെപ്റ്റേഴ്സ് 16,000, അതർ ഡെപ്റ്റേഴ്സ് 200, ക്യാഷ് 2,000. ടോട്ടൽ നമുക്ക് മൊത്തം റെന്റ് സൈഡും വരുന്നത് 4,22,600. അപ്പൊ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലത്തിന്. നമുക്കൊന്നും ചെയ്യാനില്ല, ഐറ്റംസ് അതേപോലെ എഴുതിയാൽ മാത്രമേ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് അതിനകത്ത് യാതൊരു ലോജിക്കൽ പരമായിട്ട് കണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് വർക്കിംഗ് നോട്ടായിട്ട് ചെയ്യാൻ ഇതിനകത്ത് ഒന്നുമില്ല. അടുത്തായിട്ട് അടുത്തായിട്ട് ഇനി മൂന്നാമത്തെ പ്രോബ്ലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. Following balances are extracted from the book of City Light Supply Corporation as on 31st March 2010. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,64,700, ഡിബെഞ്ചേഴ്സ് 60,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 300, ഡിപ്രീസിയേഷൻ ഫണ്ട് 75,000. Capital expenditure on 31st March 2009 2,85,000. Capital expenditure during 2009-10 18,300. Sundry debtors for current supplied 12,000. Other debtors 1,150. Stores in hand 1,500. Cash in hand 1,500. Cost of generation of electricity 9,000. Cost of distribution 1,500. അടുത്ത rent and rates 1,500. Management expense 3,600. Depreciation 6,000. Interest on debenture 3,000. Interim dividend 6,000. Sale of current 39,000. Meter rent 1,500. Net revenue account balance on 1st April 2009 8,550. Total വരുന്നത് 3,49,050. എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കാം. പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. ഇനി ഫസ്റ്റ് ആയിട്ട് ആദ്യത്തെ ആയിട്ട് റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2010. ഡെബിറ്റ് സൈഡ് ടു കോസ്റ്റ് ഓഫ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 9,000. അടുത്ത് ടു കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി 1,500. അടുത്ത് ടു റെന്റ് ആൻഡ് റേറ്റ്സ് 1,500. ടു മാനേജ്മെന്റ് എക്സ്പെൻസ് 3,600. To depreciation 6,000. Credit side by sale of current 39,000, by meter rent 1,500. ടോട്ടൽ ചെയ്യുമ്പോൾ 40,500. ബാലൻസ് ക്യാരി ഡൗൺ നമുക്ക് വരുന്നത് ഡെബിറ്റ് സൈഡ് കുറവാണ് 18,900. നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് എത്രയാണോ വരുന്നത് അത് നമ്മൾ അടുത്ത അക്കൗണ്ട് നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുക തന്നെ വേണം. അടുത്തതായിട്ട് നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് 3,000,
ടു ഇന്ററിം ഡിവിഡൻഡ് 6,000 ടു ബാലൻസ് ക്യാരി ഡൗൺ, അതായത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെറ്റ് റവന്യൂ അക്കൗണ്ടിൽ നിന്ന് ഉണ്ടായത്. സോറി, അതല്ല. ഇനി അടുത്ത് നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ, നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടായിരുന്നു. 1st April 2009 8,550. റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് ബൈ റവന്യൂ അക്കൗണ്ടിന്റെ 18,900. ടോട്ടൽ വരുന്നത് 27,450. ബാലൻസിങ് ഫിഗർ വരുന്നതാണ് 18,450. ഇതെന്ന് പറഞ്ഞാൽ നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ എപ്പോഴും നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് മൂന്നാമത്തെ അക്കൗണ്ട് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ അപ് ടു പ്രീവിയസ് ഇയർ, എക്സ്പെൻഡിച്ചർ ഡ്യൂറിംഗ് കറന്റ് ഇയർ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. റെസിപ്റ്റ് അപ് ടു എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ, റെസിപ്റ്റ് ഡ്യൂറിംഗ് കറന്റ് ഇയർ, ടോട്ടൽ റെസിപ്റ്റ്. ഇനി എക്സ്പെൻഡിച്ചർ നോക്കാം. എന്തെല്ലാം ഫിക്സഡ് അസറ്റുകൾ ഉണ്ട്. ടു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്രീവിയസ് ഇയറിൽ 2,85,000, കറന്റ് ഇയറിൽ 18,300, ടോട്ടൽ 3,03,300. അടുത്ത റെസിപ്റ്റ് സൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1,64,700, പ്രീവിയസ് ഇയറിൽ, കറന്റ് ഇയറിൽ ഒന്നുമില്ല, ടോട്ടൽ അത് തന്നെ. ബൈ ഡിബഞ്ചർ അടുത്തത് പ്രീവിയസ് ഇയറിൽ 60,000, കറന്റ് ഇയറിൽ ഒന്നുമില്ല, ടോട്ടൽ 60,000 തന്നെ. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ടോട്ടൽ 2,85,000 പ്രീവിയസ് ഇയർ, കറന്റ് ഇയറിൽ 18,300, ടോട്ടൽ എക്സ്പെൻഡിച്ചർ 3,03,300. അതേപോലെ റെസിപ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ മൊത്തം ടോട്ടൽ റെസിപ്റ്റ് വരുന്നത് 2,24,700 ആണ് വരുന്നത്. അപ്പൊ എക്സ്പെൻഡിച്ചർ സൈഡാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം ബാലൻസ് ക്യാരിഡ് ആണ് നമുക്ക് വരുന്നത് 78,600, ടോട്ടൽ 3,03,300. അപ്പൊ വരുന്ന 78,600 അത് അടുത്ത വർഷം നമ്മൾ വീണ്ടും ബാലൻസ് ബ്രോഡ് ഡൗൺ ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്തായിട്ട് ലാസ്റ്റ് ആയിട്ടുള്ള ജനറൽ ബാലൻസ് ഷീറ്റ് ആണ്. ജനറൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2010. ലയബിലിറ്റി സൈഡ് നോക്കാം. ടോട്ടൽ റെസിപ്റ്റ് ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ട്, റെസിപ്റ്റ് സൈഡിന്റെ ടോട്ടൽ സൈഡ് വരുന്നത് 2,24,700. സൺട്രി ക്രെഡിറ്റേഴ്സ് 300, ഡിപ്രീസിയേഷൻ ഫണ്ട് 75,000. ഇനി നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ് വരുന്നത് 18,450. അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എക്സ്പെൻഡിച്ചറിന്റെ നമുക്ക് ബാലൻസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആസ് പെർ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ വരുന്നത് 3,03,300. സൺട്രി ഡെപ്റ്റേഴ്സ് 12,000, അതർ ഡെപ്റ്റേഴ്സ് 150, സ്റ്റോർസ് ഇൻ ഹാൻഡ് 1,500, ക്യാഷ് ഇൻ ഹാൻഡ് 1,500. ടോട്ടൽ വരുന്നത് നമുക്ക് രണ്ട് സൈഡും അസറ്റും ലൈബിലിറ്റിയും സൈഡും 3,18,450. ഇത്രേ ഉള്ളൂ. അടുത്തായിട്ട് നാലാമത്തെ നമ്മുടെ ഒരു പ്രോബ്ലം. Following is the trial balance of Social Electric Lighting Company Limited for the year ended 31st March 2010. ഈ ഒരു ട്രയൽ ബാലൻസിന്റെ അത് കംപ്ലീറ്റ് ആയിട്ടും സാധാരണ ട്രയൽ ബാലൻസ് നമുക്ക് ഒരു വർഷത്തെ കാര്യങ്ങളാണ് തരുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ അത് ഇച്ചിരി ഡിഫറെന്റ് ആണ്. ഇതിനകത്ത് പ്രീവിയസ് ഇയറിലെയും കാര്യങ്ങളും കൂടി ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ഓരോ അസറ്റിന്റെ ലൈബിലിറ്റീസിനും എത്രത്തോളം ഉണ്ടായിരുന്നു, പ്രീവിയസ് ഇയറിൽ ഈ വർഷം എത്രത്തോളം ഉണ്ട്, അപ്പൊ രണ്ടിനെയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം 31st March 2009 കാര്യമുണ്ട്, 31st March 2010 കാര്യങ്ങളും ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നോമിനൽ ക്യാപിറ്റൽ 10,000 shares at ₹50. സബ്സ്ക്രൈബ് 5,000 shares at ₹25 paid. അപ്പൊ നമുക്ക് നോക്കാം. ഷെയറിന്റെ സബ്സ്ക്രൈബ് ചെയ്തത് നമുക്ക് 2010 1,25,000, പ്രീവിയസ് ഇയർ 1 lakh ആണ്. അടുത്ത 6% ഡിബെഞ്ചേഴ്സ് 75,000 പ്രീവിയസ് ഇയറിൽ, കറന്റ് ഇയറിൽ ഈ പറഞ്ഞിരിക്കും 75,000. ഡിപ്രീസിയേഷൻ ഫണ്ട് പ്രീവിയസ് ഇയർ 5,000, കറന്റ് ഇയറിലും 5,000. കോൾസ് ഇൻ അറിയർ പ്രീവിയസ് ഇയറിൽ ഒന്നുമില്ലായിരുന്നു, കറന്റ് ഇയറിൽ ഈ പ്രാവശ്യം 5,000 ഉണ്ട്. ഫ്രീ ഹോൾഡ് ലാൻഡ് പ്രീവിയസ് ഇയർ 46,500, 2010 46,500. ബിൽഡിംഗ് 2009 20,000, 25,000. മെഷീനറി 30,000, 50,000. മെയിൻ പ്രീവിയസ് ഇയറിൽ 25,000, 40,000 കറന്റ് ഇയർ. ട്രാൻസ്ഫോമർ ആൻഡ് മോട്ടർ 2009 5,000, 2010 10,000. മീറ്റർ 2009 2,500, 7,500 കറന്റ് ഇയർ. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ് 2009 1,500, 2010 2,000. ജനറൽ സ്റ്റോഴ്സ് പ്രീവിയസ് ഇയർ 8,000, കേബിൾ ആൻഡ് മെയിൻ ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞാൽ 11,750 2010.
ഫർണിച്ചർ 2009 1250, 2010 1250 തന്നെ. കോൾ ആൻഡ് ഫ്യൂവൽ പ്രീവിയസ് ഇയർ ഒന്നുമില്ല, കറണ്ട് ഇയർ 9500. അടുത്ത ഓയിൽ വേസ്റ്റ് ആൻഡ് സ്റ്റോർസ് 3750 കറണ്ട് ഇയറിൽ. കോൾ ആൻഡ് ഓയിൽ ഇൻ സ്റ്റോക്ക് 500 കറണ്ട് ഇയർ. റിപ്പയർസ് 2500. റേറ്റ്സ് ആൻഡ് ടാക്സസ് 1500. അടുത്ത ഐറ്റംസ് സാലറി ഓഫ് മാനേജർ 7500, വേജസ് അറ്റ് സ്റ്റേഷൻ 15,000. ഇതൊക്കെ കംപ്ലീറ്റ് ഇനി കറണ്ട് ഇയറിൽ. ഡയറക്ടേഴ്സ് ഫീസ് 5000, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 3000, ഇൻസിഡന്റൽ എക്സ്പെൻസസ് 500, ലോ ആൻഡ് ചാർജസ് 1000, സെയിൽ ഓഫ് മീറ്റർ 43,750, സെയിൽ ബൈ കോൺട്രാക്ട് 25,000, meter rent 1,500, sundry creditors 5,000, sundry debtors 15,000, cash in hand 16,500. ടോട്ടൽ വരുന്നത് നമുക്ക് രണ്ട് സൈഡും 2,80,500. ഈ ഒരു പ്രോബ്ലം തുടക്കത്തിലെ പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. അപ്പൊ അതിന്റെ കൂടാതെ തന്നെ രണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് അഡീഷണൽ അഡ്ജസ്റ്റ്മെന്റ്സും കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ നോക്കാം. പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺ ഓപ്പണിംഗ് ബാലൻസ്. ബിൽഡിംഗ് 2.5%, മെഷീനറി 7.5%, മെയിൻ 5%, ട്രാൻസ്ഫോമർ 10% ആൻഡ് മീറ്റർ 15%. അപ്പം ഇത്രയും അസറ്റിന്, ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് calls in arrear are payable on 30th September 2009 and are subject to interest at 5% per annum. Calls in arrear, അതായത് എല്ലാ പ്രാവശ്യം കോൾസിന് 30th September 2009 അത് പേ ചെയ്യുന്നത്. അതുകൂടാതെ 5% ഇൻട്രസ്റ്റും ചാർജ് ചെയ്യുന്നു. കോൾസ് ഇൻ അറിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വിളിച്ച കോളിന് ക്യാഷ് കൊടുക്കാത്ത മിച്ചം വരുന്നത്, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാൻ പറ്റാതെ ഏത് ഫസ്റ്റ് കോളും ഒരു ഷെയർ വിളിക്കും, ഫസ്റ്റ് കോളും ഉണ്ടാവും, സെക്കൻഡ് കോളും ഉണ്ടാവും. അപ്പൊ ഏത് കോളിനാണ് പേയ്മെന്റ് കൊടുക്കാതെ വരുന്നത്, അപ്പം അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ കോൾസ് ഇൻ അറിയർ ആയിട്ട് കിടക്കുന്നത്. ഇപ്പൊ ഡിലേ വരുത്തി എന്തെങ്കിലും കാരണവശാൽ അടയ്ക്കാതെ വരികയാണെങ്കിൽ അതിനെയാണ്, അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ കോൾസ് ഇൻ അറിയർ എന്ന് ഷെയർസിനെ വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് അവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. 30th സെപ്റ്റംബറിലാണ് പേ ചെയ്യുന്നത്, അത് 5% ആണ്. ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ പറയുന്നുള്ളൂ. പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട്, നെറ്റ് റവന്യൂ അക്കൗണ്ട്, റെസീപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. അപ്പം ആദ്യം തന്നെ റവന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2010. ടു കോൾ ആൻഡ് ഫ്യൂവൽ എക്സ്പെൻസുകളെല്ലാം 9,500, ഓയിൽ വേസ്റ്റേജ് ആൻഡ് സ്റ്റോർസ് 3,750, റിപ്പയർസ് 2,500, റേറ്റ് ആൻഡ് ടാക്സസ് 1,500, സാലറി 7,500, wages 15,000, director fee 5,000, printing and stationery 3,000, incidental expense 500, law charges 1,000. അടുത്തതായിട്ട് ഡിപ്രീസിയേഷൻ നമുക്ക് ഫസ്റ്റ് ബിൽഡിംഗ് 500, അതായത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസിന്റെ ആണ് കൊടുക്കുന്നത്. അതായത് നമുക്ക് പ്രീവിയസ് ഇയറിലും തന്നിട്ടുണ്ടായിരുന്നു, കറണ്ട് ഇയറിലും തന്നിട്ടുണ്ടായിരുന്നു. 2009ലെയും 2010ന്റെയും ഇൻഫോർമേഷൻസ് നമുക്ക് എല്ലാത്തിനെയും തന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2009ന്റെ ബിൽഡിങ്ങിന്റെ വാല്യൂടെ വേണം കാണാൻ. ബിൽഡിങ്ങിന്റെ 500, അതായത് കംപ്ലീറ്റും ബിൽഡിങ് ഏതാണ്ട് 12 നമുക്ക് നോക്കാം. ബിൽഡിങ്ങിന് 2.5% പറഞ്ഞിരിക്കുന്നത്. അപ്പം 2.5%, അങ്ങനെ 500 വരും. മെഷീനറി 2,250, മെയിൻ 1,250, ട്രാൻസ്ഫോമർ 500, മീറ്റർ 375. ടോട്ടൽ ഡിപ്രീസിയേഷൻ 4,875. അപ്പം ഇത് കംപ്ലീറ്റും ഈ പറഞ്ഞിരിക്കുന്ന 5 അസറ്റിന്റെയും 2009ലെ എമൗണ്ട് വെച്ച് വേണം നമ്മൾ കംപ്ലീറ്റ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ. 2010ന്റെ എടുക്കരുത്. കൃത്യമായിട്ട് നമ്മളോട് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസിന്റെ വെച്ച് വേണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ. അതാണ് നമ്മൾ 2009ലെ എമൗണ്ടിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ടും ഈ ഫിക്സഡ് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഇവിടെ. ഇനി ക്രെഡിറ്റ് സൈഡ് എന്തെല്ലാം വന്ന് നോക്കാം. ആദ്യത്തെ ഐറ്റം ബൈ സെയിൽ ഓഫ് മീറ്റർ 43,750. അടുത്ത് ബൈ സെയിൽ ബൈ കോൺട്രാക്ട് 25,000. മീറ്റർ റെന്റ് 1,500. ടോട്ടൽ വരുന്നത് നമുക്ക് 70,250. ഡിഫറൻസ് ഡെബിറ്റ് സൈഡ് നമുക്ക് ബാലൻസിങ് ഫിഗർ വരുന്നത് 16,125. അപ്പൊ ഇത് റവന്യൂ അക്കൗണ്ടിന്റെ ബാലൻസ്, ഇത് നമ്മൾ നെറ്റ് റവന്യൂ അക്കൗണ്ടിലോട്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ അക്കൗണ്ട് നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് 75,000 എന്ന ഡിബഞ്ചർ തന്നിട്ടുള്ളത്. അതിന്റെ 6% ആണ് നമ്മൾ ആനുവൽ ആയിട്ട് കണക്കാക്കുന്നത്, 4,500. അടുത്ത ബൈ ബാലൻസ് ബ്രോഡ് ഓൺ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടില്ല. ബൈ ബാലൻസ് ബ്രോഡ് ഓൺ കറന്റ് ഇയറിലെ പ്രോഫിറ്റ്, അതായത് റവന്യൂ അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് 16,125.
പിന്നെ ഒരു ഐറ്റം ഉണ്ട് ബൈ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അറിയർ. കോൾസ് ഇൻ അറിയർ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. സെപ്റ്റംബറിലാണ് പേയ്മെന്റ് നടത്തുന്നത്. കോൾസ് ഇൻ അറിയറിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് സെപ്റ്റംബറിന് ശേഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം ഇൻട്രസ്റ്റ് പിന്നീടാണ് കൊടുക്കുന്നത്. അപ്പം 5000 ആണ്, 5000 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത്. അതിന്റെ 5% ആണ് ആനുവൽ ആയിട്ട് 6/12. അതായത് നമ്മൾ സെപ്റ്റംബറിന് ശേഷം പിന്നീട് ഇനി നമ്മൾ പേയ്മെന്റ് എടുത്ത മാർച്ച്. അപ്പം സെപ്റ്റംബർ തൊട്ട് അതിനുശേഷം ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അങ്ങനെ 6 മന്തിന്റെ. അപ്പൊ ഇൻട്രസ്റ്റ് നമ്മൾ 5000 5% കൊടുക്കുമ്പോൾ അത് ഹാഫ് ആയിട്ട് എടുക്കണം. അത് 125. ടോട്ടൽ വരുന്നത് 16,250. ബാലൻസിങ് ഫിഗർ 11,750 ഡെബിറ്റ് സൈഡ്. അത് നമ്മൾ ജനറൽ ബാലൻസ് ഷീറ്റിനോട് ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്തതായിട്ട് റെസിപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st മാർച്ച് 2010. നമുക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ പ്രീവിയസ് ഇയറിലുണ്ട്, കറണ്ട് ഇയറിലുണ്ട്, ടോട്ടൽ. റെസിപ്റ്റ് പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ, ടോട്ടൽ. ഇനി എക്സ്പെൻഡിച്ചർ സൈഡ് നോക്കാം. എന്തെല്ലാം ഫിക്സഡ് അസറ്റുകൾ. ടു ഫ്രീ ഹോൾഡ് ലാൻഡ് പ്രീവിയസ് ഇയറിൽ 46,500, കറണ്ട് ഇയറിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ 46,500 തന്നെ ടോട്ടൽ. ബിൽഡിംഗ് പ്രീവിയസ് ഇയറിൽ 20,000, കറണ്ട് ഇയറിൽ 5,000, ടോട്ടൽ 25,000. മെഷീനറി 30,000 previous year, current year 20,000, total 50,000. Main previous year 25,000, current year 15,000, total 40,000. Transformer 5,000 previous year, 5,000 current year, 10,000 total. Meter 2,500 previous year, 5,000 current year, 7,500 total. Electrical instrument 1,500 previous year, current year 500, total 2,000. General store cables 8,000 previous year, 3,750 current year, 11,750 total. Furniture 1,250 previous year ഉണ്ടായിരുന്നു, current year furniture ഇല്ല, total 1,250. Total വരുന്ന 1,39,750 previous year, current year 54,250, total 1,94,000. അടുത്തത് റെസിപ്റ്റ് സൈഡ്. ബൈ ഷെയർ ക്യാപിറ്റൽ പ്രീവിയസ് ഇയർ 1 lakh, കറണ്ട് ഇയറിൽ 25,000, ടോട്ടൽ 1,25,000. അതിൽ നിന്ന് കോൾസ് ഇൻ അറിയർ കുറയ്ക്കുന്നു. നമുക്ക് പ്രീവിയസ് ഇയറിൽ കോൾസ് ഇൻ അറിയർ തന്നിട്ടില്ല, കറണ്ട് ഇയറിലാണ് കോൾസ് ഇൻ അറിയർ വന്നിട്ടുള്ളത്. അപ്പൊ 5,000 കുറച്ച് 25,000 കുറച്ച് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആയിട്ട് വരുന്ന 1 lakh പ്രീവിയസ് ഇയറിൽ, കറണ്ട് ഇയറിൽ 20,000, ടോട്ടൽ 1,20,000. കോൾസ് ഇൻ അറിയറിന് പേയ്മെന്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഷെയർ ഒരിക്കലും നമുക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പം 20,000 ഷെയർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ആയിട്ട് ഇവിടെ വരുന്നത്. ബൈ 6% ഡിബെഞ്ചേഴ്സ് പ്രീവിയസ് ഇയറിൽ 75,000, കറണ്ട് ഇയറിൽ ഒന്നുമില്ല, ടോട്ടൽ 75,000. ടോട്ടൽ വരുന്നത് റിസീപ്റ്റ് സൈഡ് 1,75,000 പ്രീവിയസ് ഇയർ, കറണ്ട് ഇയറിൽ 2,000, 1,95,000, 20,000, ടോട്ടൽ 1,95,000. ഇപ്പൊ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്ക് വരുന്നത് ഒരു 1,000 ഡിഫറൻസേ വരും. അത് ടു ബാലൻസ് ക്യാരി ഡൗൺ എക്സ്പെൻഡിച്ചർ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ അടുത്ത ഇതിലായിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഇയറിൽ ഫോർവേഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ലാസ്റ്റ് ആയിട്ട് ഇനി ഇവിടെ ഉള്ളത് ജനറൽ ബാലൻസ് ഷീറ്റ് ആണ്. ജനറൽ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st മാർച്ച് 2010. ലൈബിലിറ്റി സൈഡ് നമുക്ക് നോക്കാം ആദ്യം. ടോട്ടൽ റെസിപ്റ്റ് സൈഡ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ടോട്ടൽ 1,95,000. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ഫണ്ട് നമുക്ക് 5,000 ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ കൂടെ പ്ലസ് 4,875, അതായത് മൊത്തത്തിലുള്ളത് 9,875 വരും. അപ്പൊ ഡിപ്രീസിയേഷൻ ഫണ്ട് നമുക്ക് പ്രീവിയസ് ഇയറിൽ 5,000 ആയിരുന്നു, കറണ്ട് ഇയറിലും 5,000 തന്നെ, പക്ഷെ 10,000 ആയിരുന്നു വരേണ്ടത്. പക്ഷെ ഇവിടെ 5,000 പകരം 4,875 വരാൻ കാരണം നമ്മൾ കോൾസ് ഇൻ അറിയറിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു 125. അപ്പൊ അത് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തതിന് ശേഷം അത് ഡിപ്രീസിയേഷൻ ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് തന്നെ നമ്മൾ അത് കുറച്ചിട്ട് വേണം കാണിക്കാൻ. അതായത് 9,875. കോൾസ് ഇൻ അറിയറിന് നമ്മൾ കൊടുക്കുന്നത് 125 ആണ് നമ്മൾ കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അറിയർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഇവിടെ കുറച്ചാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ഫണ്ടിൽ നിന്ന് പിന്നെ കാണിക്കുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട് 5,000. ഔട്ട്സ്റ്റാൻഡിംഗ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 4,500. അതായത് ഡിബഞ്ചറിന് 6% ആണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്, 75,000 ആണ്. 75,000 6% എന്ന് പറയുന്നത് 4,500. നെറ്റ് റവന്യൂ അക്കൗണ്ട് ബാലൻസ് 11,750. അത് അസറ്റ് സൈഡ് നോക്കാം. എക്സ്പെൻഡിച്ചർ സൈഡ്, എക്സ്പെൻഡിച്ചറിന്റെ നമുക്ക് ടോട്ടൽ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടോട്ടൽ വരുന്നത് 1,94,000. കോൾ ആൻഡ് ഓയിൽ ഇൻ സ്റ്റോക്ക് 500, സൺട്രി ഡെപ്റ്റേഴ്സ് 15,000, ക്യാഷ് അറ്റ് ബാങ്ക് 16,500, അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അറിയർ 125.
അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സൈഡും സെയിം വരുന്നു 2,26,125. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഡിപ്രിസിയേഷൻ ഫണ്ട് നമ്മൾ 5,000 ആണ് കറണ്ട് ഇയറിൽ. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 125, അതായത് അക്രൂവ്ഡ് ഇൻട്രസ്റ്റ്, നമ്മൾ കോൾസിന് അറിയുന്ന ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഇൻട്രസ്റ്റ് നമ്മൾ ഇവിടുന്ന് കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇവിടെ നമ്മൾ ഡിപ്രിസിയേഷൻ ഫണ്ടിന് ഇവിടെ കാണിക്കാൻ. അതേപോലെ ഡിപ്രിസിയേഷൻ ഡിബഞ്ചന്റ് ഔട്ട്സ്റ്റാൻഡിങ് 4,75,000 ആണ്. അതിന് 6% നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. അപ്പോൾ 4,500. ഇത്രയും മാത്രമേ നമുക്ക് കുറച്ച് വർക്കിംഗ് നോട്ടായിട്ട് ഇവിടെ വരുന്നുള്ളൂ. അല്ലാതെ ബാക്കി എല്ലാം പഴയതുപോലെ തന്നെയുള്ളൂ. ഓക്കെ, അപ്പം അപ്പോൾ എന്തെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. വാട്സപ്പിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ കോൾ ചെയ്ത് അല്ലെങ്കിൽ വാട്സപ്പിലായാലും നിങ്ങൾക്ക് എന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ 3 പ്രോബ്ലത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.